നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. ഇന്ത്യയിൽ കോമ്പാക്ട് SUV യുഗത്തിന് തുടക്കമിട്ട വാഹനമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന റെനോ ഡസ്റ്ററിനെയാണ്. അതിനു മുമ്പ് വരെ ടാറ്റ സുമോ ഒക്കെ പോലെയുള്ള MPVകളായിരുന്നു അധികം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രോപ്പറായിട്ടുള്ള SUV, അതും അങ്ങനെ വലിയ വിലയ്ക്കല്ലാതെ നമുക്ക് കിട്ടിയത് ആദ്യമായിട്ട് റെനോ ഡസ്റ്റർ വന്നപ്പോഴാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ റെനോ ഡസ്റ്റർ വലിയ വിജയമായി. റെനോ എന്ന ഫ്രഞ്ച് വാഹന നിർമ്മാതാവിന് ഇന്ത്യക്കാർക്ക് വലിയ പരിചയമൊന്നുമില്ലെങ്കിൽ പോലും വാഹനത്തിൻ്റെ ഗുണനിലവാരവും സസ്പെൻഷൻ്റെ മികവും എല്ലാം കൊണ്ട്, നല്ല മൈലേജുള്ള ഡീസൽ എഞ്ചിനും അത്തരം പല കാര്യങ്ങൾ കൊണ്ട് റെനോ ഡസ്റ്റർ നമ്മുടെ വിപണി പിടിച്ചടക്കിയുണ്ടായി. എന്തായാലും അതിൻ്റെ ഡീസൽ എഞ്ചിനിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഗംഭീരമായിട്ട് അത് വിറ്റുപോയനെ. എന്ന് തന്നെയുമല്ല, കണക്ടിവിറ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എല്ലാ കാലത്തും റെനോ ഡസ്റ്റർ വളരെ പിന്നിലായിരുന്നു. ഏറ്റവും അവസാനത്തെ ഏറ്റവും മികച്ച ഒരു കണക്ടിവിറ്റി ഫീച്ചറായിട്ടൊക്കെ വന്ന് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെയായിരുന്നു. അങ്ങനെ ആ വാഹനത്തിന് പ്രസക്തി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും ധാരാളം കണക്ടിവിറ്റി ഫീച്ചേഴ്സുള്ള ധാരാളം കോമ്പാക്ട് SUVകൾ വരികയും ചെയ്തു. എന്തായാലും പെട്ടെന്നൊരു ദിവസം അങ്ങ് റെനോ ഡസ്റ്ററിൻ്റെ വിൽപ്പന നിർത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എപ്പോൾ വരും ഡസ്റ്റർ, എപ്പോൾ വരും എന്നുള്ള കാര്യം. കാരണം ഡസ്റ്റർ അതുപോലെ നമ്മുടെ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ വേരോടിയൊരു വാഹനമാണ്. തന്നെയുമല്ല, ആദ്യകാലത്ത് തുടക്കകാലത്ത് വാങ്ങിച്ച ഡസ്റ്ററുകൾ പോലും ഇപ്പോഴും മനോഹരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ചു കാലം മുമ്പാണ് റെനോ ഡസ്റ്ററിൻ്റെ പുതിയ മോഡൽ കൊണ്ടുവരുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. അതിപ്പോൾ വിദേശ വിപണിയിലൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പോവുകയാണ്. വരാൻ പറ്റും ജനുവരി 26 തന്നെ അത് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ചെന്നൈയിൽ അതിൻ്റെ മീഡിയ ഡ്രൈവിന് അത് ഓടിക്കാൻ നമ്മൾ വിളിച്ചിട്ടുമുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത റെനോ ഡസ്റ്ററിൻ്റെ ഡീസൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ്. റെനോ ഡസ്റ്ററിൻ്റെ ഡീസൽ എന്ന് പറയുന്നത് വളരെ എഫിഷ്യൻ്റായ, നല്ല മൈലേജുള്ള, നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനായിരുന്നെങ്കിൽ അതിനി ഉണ്ടാവുകയില്ല. ഈ റെനോയും നിസാനുമൊക്കെ ഡീസൽ എഞ്ചിനുകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഡസ്റ്ററിൽ നിന്നും ഈ ഒരു എഞ്ചിൻ എടുത്ത് മാറ്റിയത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനായിരിക്കും എന്ന് ആണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ വരാൻ പോകുന്നത് ഇത് 156 bhp എഞ്ചിനാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് എഞ്ചിനുണ്ട് ഇപ്പോൾ റെനോ ഡസ്റ്ററിൻ്റെ വിദേശ വിപണിയിൽ. അത് ഇന്ത്യയിലേക്ക് വരുന്നില്ല. പക്ഷേ അത് തുടക്കത്തിൽ വരുന്നില്ലെന്നേ ഉള്ളൂ, പിന്നീട് വരും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഉള്ള SUVകൾക്ക് മൈലേജ് കുറവാണെന്നുള്ള പ്രശ്നമുണ്ടല്ലോ, അതങ്ങ് പരിഹരിക്കപ്പെടുകയും നല്ല മൈലേജുള്ള ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി രൂപമാറ്റം കാര്യമായ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഗ്രില്ലിൻ്റെയൊക്കെ ഭാഗം അതിഗംഭീരമായിട്ടുണ്ട്. ഡാസിയ എന്ന റെനോയുടെ മറ്റൊരു സബ്സിഡറി കമ്പനി ഉണ്ടല്ലോ, ഡാസിയയുടെ ചില വാഹനങ്ങളുടെ രൂപത്തിലേക്കാണ് ഇവ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ പഴയ ഡസ്റ്ററുമായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെ ആധുനികനാണ് പുതിയ ഡസ്റ്റർ എന്നാണ് പറയേണ്ടത്. വളരെ മെലിഞ്ഞ ഭംഗിയുള്ള സ്ലീക്കായുള്ള ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ പുരുകം പോലെ തോന്നിക്കുന്ന LED ഡേ ടൈം റണ്ണിങ് ലാമ്പ് എന്നിവയാണ് മുൻഭാഗത്തെ വ്യത്യസ്തമാക്കുന്നത്. അതോടുകൂടി തന്നെ മുൻഭാഗം ആകെ മാറിയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ ബമ്പറിൽ വലിയ എയർ ഡാം ഉണ്ട്. അത് SUVകളുടെ ഒരു ക്യാരക്ടേഴ്സാണ്. പിന്നെ പനോറമിക് സൺറൂഫ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു, അതുണ്ടാവും. പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉണ്ടാകും. പിന്നെ പിന്നിലെ ടെയിൽ ലാമ്പുകളെ ബന്ധിപ്പിച്ച് EVകളിലൊക്കെ കാണുന്ന പോലെ ഒരു LED സ്ട്രിപ്പ് ഉണ്ടാകും. ഇത്രയൊക്കെയാണ് എടുത്തു പറയാവുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് വളരെ വ്യക്തമല്ലാത്ത രീതിയിൽ പറയേണ്ടി വരുന്നത് വെച്ചാൽ, വിദേശ വിപണിയിലുള്ള ഡസ്റ്ററിൽ നിന്ന് കുറേ മാറ്റങ്ങൾ, എസ്തെറ്റിക്കലിയും അല്ലാതെയുള്ള മാറ്റങ്ങൾ ഇന്ത്യൻ ഡസ്റ്ററിന് ഉണ്ടാകുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഡസ്റ്റർ മ്യൂളായിട്ട് മൂടിപ്പോകുന്ന രീതിയിലാണ് എല്ലായിടത്തും ഡസ്റ്റർ നടക്കുന്നത്. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു വിവരം നമുക്ക് അതിൻ്റെ രൂപത്തെപ്പറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും പുതിയതിലുണ്ടാകും. പഴയ ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച്, കണക്ടിവിറ്റി പോലുള്ള കാര്യങ്ങളിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചായിരിക്കും പുതിയത് വരാൻ പോകുന്നതാണ് പറയേണ്ടത്. അപ്പോൾ 10.1 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീന്, കൂടാതെ മീറ്റർ കൺസോൾ ഒരു 7 ഇഞ്ച് ഡിജിറ്റൽ സ്ക്രീൻ ആയിരിക്കുമെന്നാണ് കരുതുന്നത്. വയർലെസ് ഫോൺ ചാർജർ ഉണ്ടാകും. വയർലെസ് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ പോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ വിലയാണ് ഇനി പ്രധാനപ്പെട്ട കാര്യം. വില മിക്കവാറും ഒരു 10 ലക്ഷം രൂപയിൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. 10 to 19 ലക്ഷം രൂപ വരെയുള്ള വേരിയൻസ് ഉണ്ടാകാനാണ് സാധ്യത. ഓരോരോ ടോപ്പ് എൻഡ്, ഓട്ടോമാറ്റിക് അങ്ങനെയുള്ള വേരിയൻസ് ഒക്കെ ഉണ്ടാകും. എന്നാലും വളരെ പ്രോപ്പറായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല. ഡസ്റ്ററിൻ്റെ അവസാന കാലത്ത് പെട്രോൾ നല്ലൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നു, മൈലേജ് കുറവായിരുന്നെങ്കിലും. അപ്പോൾ ഇതിലൊരു പ്രോപ്പറായിട്ടുള്ള ഓട്ടോമാറ്റിക് ഉണ്ടാകും. പിന്നെ ഇത്തരം മാറ്റങ്ങളെല്ലാം കൂടിയുള്ള ഡസ്റ്റർ വരികയാണ്. അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഓടിക്കാൻ കിട്ടും. അതിനുശേഷം 26-ാം തീയതി ലോഞ്ച് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പം വേറൊരു കാര്യമുള്ളത്, റെനോ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി നിസാൻ പോലെ തന്നെ വളരെ കുറഞ്ഞ മോഡലുകളുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഡസ്റ്റർ വന്നു കഴിയുമ്പോൾ ഇനി റെനോയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടം വിൽപ്പനയുടെ കാര്യത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു സംശയമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പഴയ ഓൾഡ് വർക്ക് ഹോഴ്സ് എന്നൊക്കെ വിളിക്കാവുന്ന റെനോ ഡസ്റ്ററിന് വേണ്ടി കാത്തിരിക്കാം. അടുത്ത ചോദ്യം ആയിരിക്കുന്നത് സാബിത മുനീറാണ്, ലക്കിടിയിൽ നിന്നും. ഞാനും കുടുംബവും വിദേശത്താണ്. മാർച്ചിൽ കുട്ടികളുടെ പഠനത്തിനായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഭർത്താവ് 1 വർഷം കൂടി കഴിഞ്ഞാൽ നാട്ടിലേക്ക് എത്തുകയുള്ളൂ. നാട്ടിൽ എനിക്ക് ഓടിക്കാനായിട്ടൊരു ടാറ്റ പഞ്ച് വാങ്ങണമെന്നുണ്ട്. പഞ്ചിൻ്റെ ഏത് വേരിയൻറ്റ് വാങ്ങണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എന്തായാലും ടാറ്റ പഞ്ച് വാങ്ങിക്കുന്നവർ ചോദിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഈ മാസം ഒടുവിലോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യമോ പഞ്ചിൻ്റെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റ് മോഡൽ വരികയാണ്. ഇപ്പോൾ ഉള്ള മോഡലിനേക്കാൾ വളരെ മോഡേൺ ആണ് പുതിയ പഞ്ച് ഇനി വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ EVകളിലേക്കുള്ളൊരു മാറ്റം, EVകളുടെ രൂപത്തിലുള്ളൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. പുതിയ പഞ്ച് കാഴ്ചയിലും കാര്യപ്രാപ്തിയിലുമൊക്കെ മുൻ നിരയിലാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഞ്ചിനേക്കാളും വളരെ മോഡേൺ ആയിട്ടുള്ള പുതിയ പഞ്ചാണ് വരാൻ പോകുന്നത്. എന്തായാലും മുൻഭാഗത്ത് ഗ്രില്ലടക്കം എല്ലാം മാറിയിരിക്കുകയാണ്. വലിയ എയർ ഡാം, പുതിയ ഹെഡ് ലാമ്പ് എന്നിവയൊക്കെ ഉണ്ടാകും. മുൻഭാഗത്ത് പഞ്ച് EVയുമായിട്ട് സാമ്യമുണ്ട്. EVയിലെ ഡേ ടൈം റണ്ണിംഗ് ലാമ്പാണ് ഇതിലേക്ക് വരാൻ പോകുന്നതെന്ന് കരുതുന്നു. എന്നാൽ മുന്നിലെ നെടുനീളത്തിലുള്ള ആ ഒരു LED സ്ട്രിപ്പ് അതുണ്ടാവുകയില്ല. അത് EVക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തിരിക്കുന്ന സംഭവമാണ്. പുതിയ അലോയ് വീൽ ഡിസൈന്, പുതിയ പിൻ ബമ്പർ എന്നിവയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഉള്ളിൽ പാടെ മാറ്റമുണ്ടാകും. പുതിയ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതും EVകളിൽ നിന്ന് വന്നാണെന്ന് ആലോചിക്കുക. അത് നമ്മൾ മഹീന്ദ്രയുടെ EVയുടെ ഒരു സംഭവമായിരിക്കും. 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീന്, അതുപോലെ ഡിജിറ്റൽ ക്ലൈമറ്റ് കൺട്രോൾ സ്ക്രീന് എന്നിവയൊക്കെ പ്രതീക്ഷിക്കാം. ഇതെല്ലാം ഒരു കുഞ്ഞു വാഹനത്തിലാണെന്ന് ആലോചിക്കണം. ഒരു പഞ്ചെന്ന് പറയുന്ന ഒരു എൻട്രി ലെവൽ SUVയിലാണ് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത്. മൈക്രോ SUV എന്ന് വിളിക്കുന്ന ഒരു വാഹനത്തിൽ ഇതൊക്കെ നമ്മൾ വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഉയർന്ന വേരിയൻറ്റുകളിൽ വെന്റിലേറ്റഡ് സീറ്റ് ഉണ്ടാകും. 360 ഡിഗ്രി ക്യാമറയും പുതിയ മോഡലിൽ സാധ്യതയുണ്ട്. പിന്നെ വയർലെസ് ഫോൺ ചാർജിങ്, അതുപോലെ സൺറൂഫ്, കൂൾഡ് ഗ്ലോ ബോക്സ്, ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു പഴയ ബെൻസിൻ്റെയൊക്കെ എസ് ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ പഞ്ച് പോലുള്ള ചെറിയ വാഹനത്തെ പറ്റി പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ഇന്ത്യൻ വാഹന വിപണിയുടെ കുതിപ്പ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും എഞ്ചിനിൽ മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല. അപ്പോൾ എന്തായാലും സാബിത ചോദിച്ചിരിക്കുന്ന സാബിതയ്ക്ക് ഏത് വേരിയൻറ്റ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് AMT മോഡൽ, പെട്രോളിലെ AMT മോഡൽ തന്നെയായിരിക്കും നല്ലത്. AMT ചെറിയൊരു ലാഗുള്ള ട്രാൻസ്മിഷൻ ആണെങ്കിലും സ്ത്രീകൾക്കൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. പിന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വാഹനമാണ് പഞ്ച്, അതുകൊണ്ട് ആ പേടിയൊന്നും വേണ്ട. അപ്പോൾ പഞ്ചിൻ്റെ AMT ട്രാൻസ്മിഷൻ വാങ്ങിക്കുന്നതായിരിക്കും സ്ഥാപിക്കുന്നത്. എന്തായാലും ഇപ്പം വരാൻ പോകുന്ന പഞ്ചിന് ഒരു 50,000 രൂപ വരെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത്രയധികം അഡീഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ. അപ്പം അത്രയും വില കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഞ്ച് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്താൽ, ഒരു മാസം പോലും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല, പഞ്ചിൻ്റെ ഏറ്റവും പുതിയ മോഡൽ വരികയാണ്. ഇനിയിപ്പോൾ 2 പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ കടന്നു പോകാം. ഒന്ന് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയെ പറ്റിയാണ്. ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൾട്ടിപർപ്പസ് വാഹനമാണ്. 7 സീറ്ററാണ് ആ ഒരു വാഹനം. എന്ന് തന്നെയുമല്ല, നമ്മുടെ ടാക്സി ഫ്ലീറ്റിലായാലും പേഴ്സണൽ യൂസിനായാലും എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ് ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം വെച്ചാൽ അതിൻ്റെ റീസെയിൽ വാല്യൂ, അതുപോലെ കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നിവയ്ക്കാണ്. വില അല്പം കൂടുതലാണെന്നുള്ള സംശയമില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളാണ് എപ്പോഴും ഇന്നോവ ക്രിസ്റ്റ മുൻനിരയിൽ നിർത്തുന്നത്. അപ്പോൾ ദുഃഖകരമായ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹം ഇനി മുതൽ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു നഗ്ന സത്യമാണ്. അതായത് 2027 തുടക്കത്തോടുകൂടി ഇന്നോവ ക്രിസ്റ്റ എന്ന് പറയുന്ന മോഡൽ നിർത്തുകയാണ് എന്നാണ് ടൊയോട്ട തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ വിപണിയിലെത്തി 2 പതിറ്റാണ്ടിന് ശേഷമാണ്, 20 വർഷത്തിന് ശേഷമാണ് ഇന്നോവ ക്രിസ്റ്റ ഇല്ലാതാകാൻ പോകുന്നതെന്നുള്ളൊരു വളരെ ദുഃഖകരമായ കാര്യമാണ്. ക്രിസ്റ്റയുടെ ഡീസൽ മോഡലിനായിരുന്നു ഡിമാൻഡ് ഏറ്റവും കൂടുതൽ. പക്ഷേ ഈ ഒരു 2.4 ലിറ്റർ ഡീസൽ എഞ്ചിനിൽ ഇപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. നേരത്തെ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, ഇപ്പോൾ മാനുവൽ മാത്രമേ ഉള്ളൂ. അത് ഈ ഹൈക്രോസ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പകരക്കാരനെ പോലെ വന്നൊരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ് അത്. പക്ഷേ സ്ട്രോങ് ഹൈബ്രിഡിലാണ് അതിൻ്റെ ഏറ്റവും മികച്ച ട്രാൻസ്മിഷനൊക്കെ ഉള്ളത്. വില അല്പം കൂടുതലുമാണ് ഇന്നോവ ക്രിസ്റ്റയേക്കാളും. എന്തായാലും ഹൈക്രോസ് വന്ന സമയത്ത്, അതായത് 2 വർഷം മുമ്പ് തന്നെ ഇന്നോവ ക്രിസ്റ്റ നിർത്തുകയാണ് എന്നൊരു ഒരു പ്രചരണം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് നിർത്താതിരിക്കാൻ കാരണം വെച്ചാൽ, ഒന്ന് ഹൈ ഡിമാൻഡ്, ഈ വാഹനത്തിന് ഏത് കാലത്തും ഹൈ ഡിമാൻഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെമി കണ്ടക്ടർ, ഈ ഒരു ഹൈക്രോസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫീച്ചേഴ്സുള്ള, കൂടുതൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമുള്ള കാര്യങ്ങളൊക്കെ വളരെ പരിഷ്കൃതമായ ഈ ഹൈക്രോസ് എന്ന് പറഞ്ഞ വാഹനത്തിലേക്ക് വേണ്ട സെമി കണ്ടക്ടറുകൾ കിട്ടാൻ ദൗർലഭ്യം വന്നപ്പോൾ അതിൻ്റെ നിർമ്മാണം കുറച്ച് കാലം ഒന്ന് മന്ദീഭവിച്ചായിരുന്നു. ആ സമയത്ത് ക്രിസ്റ്റയും കൂടെ നിർത്തിക്കഴിഞ്ഞാൽ ടൊയോട്ടയുടെ കാര്യം പരിങ്ങലാകും എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിപരമായിട്ട് അവർ തീരുമാനമെടുത്തു. 2 വർഷം കൂടെ ക്രിസ്റ്റ ഓടട്ടെ തീരുമാനിച്ചു. അങ്ങനെയാണ് 2 വർഷം കൂടി ആയുസ് നീട്ടി കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നമൊക്കെ തീർന്നു, സെമി കണ്ടക്ടർ ഇഷ്യൂസൊക്കെ തീർന്നു സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഹൈക്രോസിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്തു. അപ്പോൾ ഇനി ക്രിസ്റ്റ നിർത്താമെന്നാണ് ആലോചിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഏറ്റവും പുതിയ ഒരു എമിഷൻ നോംസ് വരാൻ പോകുന്നുണ്ട്. കഫേ 3 എന്നാണ് അതിൻ്റെ പേര് പറയുന്നത്. ഈ എമിഷൻ നോംസ് ഒന്ന് കടന്നുകൂടാൻ ഡീസൽ വാഹനങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഒരു ബോഡി ഓൺ ഫ്രെയിം രീതിയിൽ നിർമ്മിക്കപ്പെട്ട അത്ര ഭീകരമായ റിഫൈൻഡൊന്നും അല്ലാത്ത ഒരു ഡീസൽ എഞ്ചിനുള്ള ഇന്നോവ ക്രിസ്റ്റയെ സംബന്ധിച്ച് കഫേ 3 കടന്നുകൂടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളൊരു സംശയവുമുണ്ട് ടൊയോട്ടയ്ക്ക്. അപ്പോൾ അതുകൊണ്ടുകൂടി ആയിരിക്കാം ഈ വാഹനം നിർത്താൻ പോകുന്നത്. ഇതേ ഇഷ്യൂ ഫോർച്യൂണറിൻ്റെ ഡീസൽ എഞ്ചിന് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഡീസൽ ആ ഒരു എഞ്ചിനും ഈ പറഞ്ഞ എമിഷൻ നോംസ് മീറ്റ് ചെയ്യാൻ സാധ്യത കുറവാന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഫോർച്യൂണറിനും ഒരു സ്ട്രോങ് ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനുള്ള മോഡലൊക്കെ ഉണ്ട്. അപ്പോൾ അതുമെല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ക്രിസ്റ്റ എന്ന് പറയുന്ന ജനപ്രിയ മോഡലിന് പകരം ടൊയോട്ട ഏതെങ്കിലും മോഡൽ കൊണ്ടുവരുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. എന്തായാലും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു അവസരം മുതലെടുത്ത് മറ്റൊരു കക്ഷി ചാടി വീണിട്ടുണ്ട്. അത് ഹ്യുണ്ടായാണ്. ഹ്യുണ്ടായുടെ സ്റ്റാറിയ എന്ന് പറയുന്ന ഒരു MPV ഉണ്ട്, 7 സീറ്റർ MPV.
അത് ഇത് നിർത്തുന്ന സമയത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്ത്, അതായത് കൂടുതൽ ഭാഗങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ച് ഇവിടെ അസംബിൾ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഹുണ്ടായി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ സ്റ്റാറിയ കൃഷിക്ക് പകരക്കാരനാകുമോ എന്നറിയില്ല. സ്റ്റാറിയ നമ്മളൊക്കെ വെളിയിലൊക്കെ പോകുമ്പോൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു വലിയ ഒരു MPV ആണ്, വാനാണ്. അപ്പോൾ അത് നല്ലൊരു വാഹനം തന്നെയാണ്. അപ്പം അത് ഒരുപക്ഷെ പകരക്കാരനായേക്കാം, ഇല്ലെങ്കിൽ ടൊയോട്ട തന്നെ മറ്റൊരു പുതിയ വാഹനം ഇതിന് പകരക്കാരനായിട്ട് കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കാത്തിരിക്കാം. ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു വർഷം അവസാനിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഈ വർഷത്തെ ഒരു കൗതുക വാർത്ത കൂടി കേൾക്കാം. ഈ വർഷം അവസാനിക്കുമ്പോൾ കൗതുക വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ വാഹന വിപണിയിലുണ്ടായ കുതിച്ചാട്ടമാണ്. കുതിച്ചാട്ടം എന്ന് വെച്ചാൽ നമ്മൾ ഈ കോവിഡിന് ശേഷമുള്ള കുറച്ചു നേരം വളരെ മോശം അവസ്ഥയിലായിരുന്നു ഇന്ത്യൻ വാഹന വിപണിയെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷം 2025 എന്ന് പറഞ്ഞ ഇന്ത്യൻ വാഹന വിപണിയെ സംബന്ധിച്ചൊരു ഗംഭീരമായ വർഷമായിരുന്നു. എന്ന് തന്നെയല്ല, ഈ ഇതുവരെയുള്ള ഇന്ത്യൻ വാഹന വിപണി പരിശോധിച്ചാൽ ഈ കഴിഞ്ഞ ഡിസംബറാണ് ഏറ്റവും അധികം വാഹനങ്ങൾ വിറ്റ മാസങ്ങളിലൊന്നെന്നുള്ളത് അങ്ങേയറ്റം പോസിറ്റീവുള്ള കാര്യമാണ്. അതിന് 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന് GST എന്ന് പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാഹന വില കുറഞ്ഞു എന്നുള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ കൂടുതൽ ആകർഷിക്കപ്പെടുന്നുണ്ട് വാഹനങ്ങളിലേക്ക്. രണ്ടാമത്തെ കാര്യം, ഡിസംബർ മാസത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറേ ഡിസ്കൗണ്ടും ഓഫേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് ഡിസംബറിൽ എപ്പോഴും വാഹന വിൽപ്പന കൂടാറുണ്ട്. ഈ 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കാം വാഹന വിൽപ്പന കുതിച്ച് കയറിയത്. അപ്പോൾ ഈ മാസം ഒറ്റ മാസം ഇന്ത്യയിൽ വിറ്റത് 4,05,000 യൂണിറ്റുകളാണ്. കാറുകൾ മാത്രമാണ്, കാറുകളും SUVകളും മാത്രമാണ്, അല്ലാതെ പാസഞ്ചർ വെഹിക്കിൾസ് എന്നാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ ഇരുചക്ര വാഹനങ്ങളൊന്നും ഇതിൽ വരുന്നതേ ഇല്ല. അപ്പം 4,05,000 വിറ്റെങ്കിൽ ആരായിരിക്കും ഒന്നാം നമ്പർ? സംശയമില്ല, മാരുതി സുസുക്കിയാണ്. മാരുതിയാണ് ഇതിൻ്റെ പകുതിയിലധികം, അതായത് 2,17,854 യൂണിറ്റുകൾ നിർമ്മിച്ച് വിറ്റത് മാരുതിയാണ്. രണ്ടാം സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സാണ്, 51,962 യൂണിറ്റുകളാണ് വിറ്റത്. മൂന്നാം സ്ഥാനം ഹ്യുണ്ടായിക്കാണ്, 48,312 യൂണിറ്റുകൾ വിറ്റു. നാലാമത് മഹീന്ദ്ര 47,493 യൂണിറ്റുകളാണ് വിറ്റത്. കിയ, അതുപോലെ ഹോണ്ട, MG, ഫോക്സ്വാഗൺ എന്നിവയാണ് തൊട്ട് താഴെയുള്ള ആ ഒരു സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ ഇനി ഏറ്റവും അധികം വിറ്റ മോഡൽ ഏതെന്ന് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും മാരുതിയിലായിരിക്കുമല്ലോ. മാരുതിയുടെ ബലേനാണ് ഏറ്റവും കൂടുതൽ യൂണിറ്റുകൾ വിറ്റത്, അത് 22,108 യൂണിറ്റുകളാണ്. അപ്പോൾ ബലേനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന വാഹനം. രണ്ടാം സ്ഥാനം മാരുതിയുടെ സ്വിഫ്റ്റിന് 18,800 യൂണിറ്റുകളാണ് വിറ്റിരിക്കുന്നത്. അങ്ങനെ മോശമല്ലാതെ എല്ലാം ഗംഭീരമായിട്ട് വിറ്റ് പോകുന്നു. ഇനി EV ആണുള്ളൊരു പ്രധാനപ്പെട്ട സംഭവം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ. EV നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സാണ് ഏറ്റവും കൂടുതൽ EV വിറ്റത്, 6,434 യൂണിറ്റുകൾ വിറ്റു. രണ്ടാം സ്ഥാനം MGക്കാണ്, 3,555. മഹീന്ദ്ര 3,065 EV വിറ്റു. വിൻഫാസ്റ്റ്, അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ, ഏറ്റവും പുതുതായിട്ട് വിൻഫാസ്റ്റ് 375 യൂണിറ്റുകളാണ് വിറ്റത്. മറ്റൊരു കാര്യമുള്ളത്, EV ഇപ്പം നമ്പർ 1 ഏറ്റവും ഹോട്ട് സെല്ലിംഗ് അല്ലെങ്കിൽ ലാർജസ്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് MGയുടെ വിൻസറാണ്. അത് നെക്സോണിൻ്റെ ആ സ്ഥാനം തട്ടിപ്പറിച്ച് എടുത്തു വിൻസർ. ഇപ്പോൾ വിൻസറാണ് ഇതിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന EV. അപ്പോൾ അങ്ങനെ വളരെ ശുഭകരമായ ഒരു വർഷമാണ് കടന്നു പോയിരിക്കുന്നത്. അപ്പം ഇന്ത്യൻ വാഹന വിപണിയിലെ എല്ലാ ടെൻഷനുകളൊക്കെ മാറി എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു. തന്നെയല്ല, ഡിസംബറിലേക്ക് എത്രത്തോളം ലോഞ്ചുകൾ ഉണ്ടായിരുന്നെന്ന് ആലോചിക്കുക. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ലോഞ്ചുകളുണ്ട് ധാരാളം. പുതിയ ഡസ്റ്റർ വരാൻ പോകുന്നു, പഞ്ച് വരാൻ പോകുന്നു, പിന്നെ മഹീന്ദ്ര 7XO വരാൻ പോകുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു ജനുവരിയിലും വരാൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ ഇന്ത്യൻ വാഹന വിപണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പോപ്പുലർ ഹുണ്ടായെ പറ്റി പറയാം. പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായി ഡീലർഷിപ്പാണ്. 35 സെയിൽസ് സെൻറ്റേഴ്സും 35 സർവീസ് സെൻറ്റേഴ്സും കേരളത്തിൽ ഉടനീളമുണ്ട്. നിങ്ങൾക്ക് ഏതൊരു ഹുണ്ടായി വാഹനം വാങ്ങിക്കണമെങ്കിലും ഈ ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനം എത്തിച്ചേരും. ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറയുക, ബൈജു എന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും പുതിയ വെന്യൂ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അതിഗംഭീരമായൊരു മോഡലാണ്. അതുപോലെ 1,00,000-ഓളം ബുക്കിങ്ങുകൾ കിട്ടിക്കഴിയുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ കോമ്പാക്റ്റ് SUV വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരിഗണിക്കേണ്ട വാഹനമാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി വെന്യൂ. നല്ല കണക്ടിവിറ്റി ഫീച്ചേഴ്സ്, നല്ല ഇൻറ്റീരിയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യമുള്ള ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹ്യുണ്ടായി നിങ്ങളും പോപ്പുലർ ഹുണ്ടായിട്ടുള്ള കണക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള നമ്പറാണ്. ഹ്യുണ്ടായി സംബന്ധമായ എന്ത് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാം, തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാകും. പിന്നെ പുതിയ വാഹനങ്ങളെപ്പറ്റി അറിയാൻ, വില അറിയാൻ, അങ്ങനെയൊക്കെ എന്ത് കാര്യത്തിലും വിളിക്കാവുന്ന ഒരു നമ്പറാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2 തരത്തിലായിരിക്കും. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. ബൈജു എന്ന ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. ബൈജു എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ചോദ്യോത്തര വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, നന്ദി. അടുത്ത വീണ്ടും കാണാം. ബൈ.